C#.netന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് C#ലെ ഇന്റർഫേസിനെ കുറിച്ചാണ്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതൊരു കൺസോൾ ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിൽ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പബ്ലിക് നമ്മുടെ ക്ലാസിൻ്റെ സിൻടാക്സ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസിൻ്റെ നെയിം സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഈ ക്ലാസ്സിനകത്ത് ഒരു വേരിയബിൾ നമ്പർ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി ഈ ക്ലാസ്സിൽ ഒരു മെത്തേഡ് ഉണ്ട്. പബ്ലിക് വോയിഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിൽ നമുക്ക് എന്തെങ്കിലും കൺസോളിലേക്ക് റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ഒരു ഇൻ്റർഫേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പബ്ലിക് ഇൻ്റർഫേസിൻ്റെ കീവേഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. ഇൻ്റർഫേസിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പം എപ്പോഴും ഐ എന്ന സ്റ്റാർട്ടിങ്ങിലാണ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇൻ്റർഫേസിൽ എങ്ങനെയാണ് മെത്തേഡ് എന്നൊക്കെ നോക്കാം. ഇവിടെ ഒരു എററുണ്ട്. ഇത് ഇൻ്റർഫേസിൽ ഇങ്ങനെ മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാൻ പാടില്ല. നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇൻ്റർഫേസിൽ മെത്തേഡിൻ്റെ സ്കെൽറ്റൺ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ആക്സസ് മോഡിഫയേഴ്സും ഇൻ്റർഫേസിൽ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസിൽ ജസ്റ്റ് റിട്ടേൺ ടൈപ്പും അതുപോലെ മെത്തേഡിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഇൻ്റർഫേസിൽ ഉള്ളൂ. ഇതുപോലെ വേരിയബിളിനെ ഇതുപോലെ ഒരു ഇൻസ്റ്റൻറ്റ് ഫീൽഡ് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർഫേസിലുള്ളത് ഒരു മെത്തേഡിൻ്റെ സ്കെലിറ്റൺ അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ ഇൻ്റർഫേസിലുള്ള ഈ മെത്തേഡിനെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഇൻ്റർഫേസ് നമുക്കിവിടെ ഉള്ളത് ഒരു ഇൻ്റർഫേസും ഒരു ക്ലാസ്സുമാണ്. ഈ ഇൻ്റർഫേസിനെ ഈ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമേ ഈ ഇൻ്റർഫേസിൻ്റെ മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ഈ ഇൻ്റർഫേസിലൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതിനെ മസ്റ്റായിട്ടും ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ഇൻ്റർഫേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഇവിടെ ഇംപ്ലിമെൻ്റ് ആവും. അപ്പോൾ ഇവിടെ ഈ ഇൻ്റർഫേസിനെ ഈ ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഇൻ്റർഫേസിൻ്റെ മെത്തേഡിനെ പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇനി എങ്ങനെ ഈ മെത്തേഡിനെ നമുക്ക് എന്തെങ്കിലും കൺസോളിൽ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. console.write ഒരു എന്തെങ്കിലും നമുക്കിവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ കൊടുക്കാം. ഇൻറ്റ് നമ്പർ 20 കൊടുക്കാം. ഇനി ആ നമ്പറിനെ കൺസോളിൽ റൈറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇനി എങ്ങനെ ഈ നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിനെ അതിൻ്റെ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്യത്തില്ലേ, അതുപോലെ എങ്ങനെ ഇൻ്റർഫേസിനെ കോൾ ചെയ്യും നമുക്ക് അതുപോലെ തന്നെ നോക്കാം. ഒരു ക്ലാസ്സിനെ നമ്മൾ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് ഐ സ്റ്റുഡൻറ്റിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഐ സ്റ്റുഡൻറ്റ് ഈക്വൽ ടു ന്യൂ ഐ സ്റ്റുഡൻറ്റ്. പക്ഷേ നമുക്ക് ഇൻ്റർഫേസിന് ഇങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർഫേസിന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇൻ്റർഫേസ് ഒരു ബേസ് ക്ലാസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒരു ചൈൽഡ് ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചൈൽഡ് ക്ലാസ്സിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ
ചൈൽഡ് ക്ലാസ്സിലെ ഒരു മെത്തേഡിനെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഈ മെത്തേഡിനെ കോൾ ചെയ്യണം. ഐ സ്റ്റുഡൻറ്റ് വെച്ചിട്ട് ഐ സ്റ്റുഡൻറ്റിൽ നിന്ന് ഡോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡിനെ നമുക്കിങ്ങനെ കോൾ ചെയ്യാം. നമുക്കിതൊന്ന് ഇവിടെ ഒരു കൺസോൾ ഡോട്ട് റീഡ് കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ മെത്തേഡിന് ഇൻ്റർഫേസ്, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഈ ഇൻ്റർഫേസ് ഈ ക്ലാസ്സിലുള്ള മെത്തേഡിനെ കോൾ ചെയ്താണ് കണ്ടത്, ഈ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഒരു പുതിയ രണ്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് വേണ്ട, ഇതൊന്നും വേണ്ട, ഒരു പുതിയ രണ്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാസ്സിന് C1 എന്നും C2 എന്നും കൊടുക്കാം. ഇനി എനിക്ക് ഈ C1നെയും C2നെയും ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യണം. C1 C2. അപ്പോൾ ഇത് ഇവിടെ ഒരു എററുണ്ട്. നമുക്ക് ഒരിക്കലും C# ഇതിന് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. രണ്ട് ക്ലാസ്സിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ നോക്കി. C# ഇത് ഇങ്ങനെയൊരു ഫീച്ചർ അവൈലബിൾ അല്ല. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് C# പറ്റത്തില്ല. ഒരൊറ്റ ക്ലാസ്സിനെ മാത്രമേ ഒരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് എങ്ങനെ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് C# ഇംപ്ലിമെൻ്റ് ചെയ്യും? ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് C# മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഇൻ്റർഫേസും കൂടെ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ മെത്തേഡ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് കൊടുക്കാം. മെത്തേഡിൻ്റെ നെയിം ഐ സ്റ്റുഡൻറ്റ് 1 എന്ന ഒരു ഇൻ്റർഫേസ്. ഇതിപ്പോൾ രണ്ട് ഇൻ്റർഫേസും ഉണ്ട്, ഒരു ക്ലാസ്സും ഉണ്ട്. എനിക്കിനി ഈ ക്ലാസ്സിലേക്ക് ഈ രണ്ട് ഇൻ്റർഫേസിനെയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് C# മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇൻഹെറിറ്റൻസിൻ്റെ മെത്തേഡിനെ ഈ ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, മസ്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇവിടെ ആഡെന്നും പ്രിൻ്റ് എന്നുമുള്ള മെത്തേഡിനെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഇത് തൽക്കാലം കളയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ C#. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് കളയാം. നമുക്ക് രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. ഈ ഇൻ്റർഫേസിൻ്റെ മെത്തേഡും പ്രിൻ്റ് എന്ന് തന്നെയാണ്. രണ്ട് ഇൻ്റർഫേസിൻ്റെയും മെത്തേഡിൻ്റെ നെയിം സെയിം ആണ്. ഒരു ക്ലാസ്സും ഉണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഈ രണ്ട് ഇൻ്റർഫേസിനെയും ഇൻഹെറിറ്റ് ചെയ്യുവാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് ഇൻ്റർഫേസിനും പക്ഷേ ഒരു സെയിം മെത്തേഡേ ഉള്ളൂ, സെയിം മെത്തേഡ് നെയിമാണ്. അപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം ഒറ്റ മെത്തേഡിനെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഈ രണ്ട് ഇൻ്റർഫേസിൻ്റെയും ഈ രണ്ട് മെത്തേഡിൻ്റെയും ഫങ്ഷണാലിറ്റി, അഥവാ അതിന് ഫങ്ഷണാലിറ്റി ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് രണ്ട് ഇംപ്ലിമെൻറ്റേഷൻ വേണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ രണ്ട് ഡിഫറെൻ്റ് ഡേറ്റ ആയിരിക്കും എനിക്ക് കൺസോളിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കേസിൽ എങ്ങനെ അറിയും ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഈ ഇൻ്റർഫേസിൻ്റെ ഐ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൻ്റെ ആണെന്ന് എങ്ങനെ അറിയും? അതിനുവേണ്ടി നമുക്ക് ഈ ആക്സസ് മോഡിഫയർ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഐ സ്റ്റുഡൻറ്റ് ഡോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇവിടെ കിട്ടി.
അപ്പോൾ ഐ സ്റ്റുഡൻറ്റിൻ്റെ പ്രിൻ്റ് മെത്തേഡാണ് നമുക്ക് മനസ്സിലായി. അതിനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇതുപോലെ ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ മെത്തേഡിനും ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ മെത്തേഡിന് അകത്ത് അതിൻ്റെ പ്രിൻ്റ് മെത്തേഡുണ്ട്. അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ രണ്ട് ഇൻ്റർഫേസിൻ്റെയും രണ്ട് മെത്തേഡിനെയും നമ്മൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ജസ്റ്റ് കൺസോളിൽ എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്യാം. console.writeLine നമുക്കിവിടെ ഈ മെത്തേഡിൻ്റെ ഇൻ്റർഫേസിൻ്റെ നെയിം തന്നെ കൊടുക്കാം. നോക്കാം. ഇൻ്റർഫേസിൻ്റെ നെയിം കൊടുത്തിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ഇൻ്റർഫേസിൻ്റെ നെയിം കൊടുത്തിട്ട് ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്. ഓക്കെ, സെമിക്കോളൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ മെയിൻ മെത്തേഡിൽ നിന്ന് കോൾ ചെയ്യണം, ഈ ഇൻ്റർഫേസിനെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഐ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഇപ്പോൾ ഒരു ബേസ് ക്ലാസ് ആയിട്ടാണ് ഈ രണ്ട് ഇൻ്റർഫേസ് ഇരിക്കുന്നത്. അതിൻ്റെ ചൈൽഡ് ക്ലാസ് ആയിട്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചൈൽഡ് ക്ലാസ്സിലേക്ക് പോയിന്റ് ചെയ്യുക. ഐ സ്റ്റുഡൻറ്റ്. ഇനി ഐ സ്റ്റുഡൻറ്റിനകത്ത് കിട്ടുന്നതായിരിക്കും പ്രിൻ്റ്. ഐ സ്റ്റുഡൻറ്റിനകത്ത് പ്രിൻ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസിൻ്റെ മെത്തേഡിനെ കോൾ ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ സെക്കൻഡ് ഇൻ്റർഫേസിനും ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ സ്റ്റുഡൻറ്റിലേക്ക് പോയിന്റ് ചെയ്യുക. ചൈൽഡ് ക്ലാസ് സ്റ്റുഡൻറ്റിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ അതിൻ്റെ മെത്തേഡിനെ നമുക്ക് ഐ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്രിൻ്റ് മെത്തേഡിനെ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യാം. ഇവിടെ ഒരു സെമിക്കോളൻ വേണം. ഓക്കെ, ഇപ്പം ഈ രണ്ട് മെത്തേഡിനെയും ഇവിടുന്ന് കോൾ ചെയ്യുന്നുണ്ട്. രണ്ട് ഇൻ്റർഫേസും അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ ചൈൽഡ് ക്ലാസ് സ്റ്റുഡൻറ്റിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഈ രണ്ട് മെത്തേഡിനെ സെപ്പറേറ്റ് ആയിട്ട് കോൾ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ഇവിടെ ഒരു console.readLine കൊടുക്കാം. console.readLine നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഐ സ്റ്റുഡൻറ്റ് 1 ഈ രണ്ട് മെത്തേഡും കോൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കേസ് പറയാം. ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്പ്ലിസിറ്റ് ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ സെയിം മെത്തേഡ് ഇൻ്റർഫേസിൽ സെയിം മെത്തേഡ് നെയിം വരുമ്പം എങ്ങനെ അതിനെ രണ്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നത് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു കേസുള്ള ഈ സ്റ്റുഡൻറ്റിനകത്ത് ഇനി വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് വെച്ചോ. പബ്ലിക് വോയിഡ് നമുക്ക് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിനെ ഇവിടെ ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ആഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. പക്ഷെ അത് ഇൻ്റർഫേസിലില്ല. അപ്പോൾ ഇൻ്റർഫേസിൽ ആ മെത്തേഡ് ഈ ഡിക്ലെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉള്ള മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇൻ്റർഫേസിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതും ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക.
ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയുള്ള നമ്മൾ ഏകദേശം ഇൻ്റർഫേസിലുള്ള എല്ലാ ടോപ്പിക്സും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.